ഗായ്സ്, ഇന്ന് ഞാനുള്ളത് ഊട്ടിയിലാണ്. ഇത് സമയം നോക്ക് 4:50. ഞാൻ ഉദകമണ്ഡലം ഊട്ടി റെയിൽവേ സ്റ്റേഷനിലാണ് ഗായ്സ്. തണുത്ത് മരവിച്ച് നിൽക്കുക, അത്രയും തണുപ്പുണ്ട് ഇവിടെ. ഞങ്ങള് ഊട്ടി ട്രെയിന് കയറാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓൾറെഡി ഓൺലൈൻ ബുക്കിങ്സ് ഒന്നുമില്ല, നെക്സ്റ്റ് മന്ത് വരില്ല. സോ ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ മോർണിംഗ് വന്നിട്ട് വേണം ടിക്കറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനായിട്ട് വന്നതാണ്. ഇവിടെ കുറേ വെളുപ്പിനൊക്കെ 3 മണിക്ക് ആൾക്കാർ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളും ഇവിടെ നിൽക്കുകയാണ്. സോ തണുത്ത് വിറച്ചിട്ടാണ് നിൽക്കുന്നത്, അത്രയും തണുപ്പുണ്ട് ഇവിടെ. ഭയങ്കര എക്സ്ട്രീം തണുപ്പാണ്. നമ്മള് ഫാമിലി ആയിട്ട് വന്നാണ് ഇവിടെ. ഇവിടുന്ന് കോണൂർ ജംഗ്ഷനിലോട്ട് അല്ലെങ്കിൽ കോണൂർ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഇവിടെ നിന്നും മോർണിംഗ് ട്രെയിൻ അങ്ങോട്ടേക്ക് കയറും. ഭയങ്കര തണുപ്പാക്കും. എന്താണ് അമ്മ, ഈ തണുപ്പുണ്ടോ? പറ കുട്ടിയാ. നല്ല തണുപ്പുണ്ട്. നടക്കാൻ പറ്റണില്ല. നടക്കുമ്പോ കാറ്റടിച്ചിട്ട് ഒടുക്കത്ത് തണുപ്പാരെ ചെക്കായി. ഊട്ടിയിലല്ല തണുപ്പാട്ടാ, ഊട്ടിയിൽ ഈ സമയത്ത് എന്തായാലും വരില്ല. കാറ്റ് വന്ന് നിന്നോ എന്താ കുട്ടി, കാറ്റടിച്ച് മുഖൊക്കെ ഇതാ വന്നിട്ടാ ഡ്രൈ ആയോ. ഞാൻ ഈ ജാക്കറ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ എന്റെ കൊട്ടിന്റെ അടുത്തേക്ക് അത് പറയാനുള്ളട്ടാ. ജാക്കറ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ചത്തേനെ, ഇവിടെ കൊണ്ടുപോയിട്ട് വന്നേനെ. ഇന്നിപ്പോ അമ്മ ആലോചിക്ക ആ പടുക്കും ജാക്കറ്റ് കാണിച്ചെന്തോണ്ട് അറിയില്ല കുട്ടിയെ. ഞാനാ ട്രാവല് കറന്ന് ഓർക്കുണ്ടാവും. താങ്കൾ എന്താണ് ഈ നോക്കുന്നത്? കുട്ടി അടുത്ത് വിളിച്ചിട്ട് ട്രെയിൻ ആദ്യം ടിക്കറ്റ് എടുക്കട്ടെ, എന്നിട്ട് കൺഫേം ആക്കി അതിന് മുന്നേ തന്നെ വീഡിയോ എടുക്കേണ്ട കാര്യം ഇടുന്നില്ലല്ലോ, ഇട്ട് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. ഷൺമോനിനെടുത്ത് അടുത്ത് നമ്മളിവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറോ 2 മണിക്കൂറോ ആയിട്ടായി. ഇനി 1 മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാനുണ്ട്. നല്ല കൗണ്ടർ ഓപ്പൺ ചെയ്യുള്ളൂ. അതിനിടയ്ക്ക് ഉറങ്ങി. സോ ഗൈസ്, നമ്മളെ ട്രെയിൻ വന്നു. ടിക്കറ്റ്സ് നമ്മൾ ടോയ് ട്രെയിനിലിരിക്കുന്നു ഗൈസ്. എല്ലാരും ഉണ്ട് അവിടെ. ട്രെയിൻ ട്രെയിൻ എടുക്കുന്നു. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഊട്ടി ടോയ് ട്രെയിനിൽ കയറുന്നത്. സോ അങ്ങനെ നമ്മുടെ ആഗ്രഹം നിറവേറിയിരിക്കുന്നു. എന്താണ് പറയാനുള്ളത്? ഞാൻ ആദ്യമായിട്ടാണല്ലോ ഊട്ടിയിലേക്ക്. ഊട്ടി എന്തായാലും നല്ല ഇത് കിട്ടിയിട്ടുണ്ട്, നല്ല ക്ലൈമറ്റും കിട്ടിയിട്ടുണ്ട്. നല്ല ഭാഗ്യം വെക്ക്, ബിക്കോസ് ഫസ്റ്റ് ടൈം തന്നെ ഊട്ടി ട്രെയിനിൽ കയറാൻ പറ്റുന്നത്. ബൈ ബൈ.
How's the experience? Super. അമ്മ ഇവിടെ അമ്മ നമ്മൾ ഈ മലേന്റെ ഉള്ളിലൂടെ ഈ ടണലിന് അകത്തുകൂടെ പോവാണ്. അയ്യോ എന്തൊരു വെയിൽ, ഗ്ലോ ഗ്ലോ ഗ്ലോ. കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ചൂടില്ലേ? നല്ല തണുപ്പാണ്, കുറച്ച് തണുപ്പ് വരും. അങ്ങനെ നമ്മൾ കോണൂർ സ്റ്റേഷനിലെത്തി. ഫൈനലി കഴിഞ്ഞു, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. ലിപ്സ്റ്റിക് എടുക്കൂ. ബാഗ് 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 ഇനിയുമുണ്ട്, മസ്കാരയുണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് വെച്ച അതൊക്കെ നൽകാം ഞാൻ. ബാഗ് 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 ഒന്നും കൊടുക്കണില്ല. 200 പറയുന്നത്, നിങ്ങളായോണ്ട് 500 ഉറുപ്പിക്കാ മതി. 500 രൂപ ഒന്നാ തരത്. ദിശ മേഡം, ദിശ മേഡം നമ്മള് കോണൂർ എത്തി. ഇവിടെ നിന്ന് വലിയ കാര്യത്തില് ട്രെയിനൊക്കെ കേറി ഇങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോ എങ്ങനെ പോകും തിരിച്ചതറിയില്ല. നമ്മള് വണ്ടിയൊക്കെ അവിടെ എവിടെയോ കിടക്കാം, അതായത് ഒരു 10-20 കിലോമീറ്റർ അങ്ങ്. അപ്പൊ ഇനി അവിടത്തേക്ക് നമ്മൾ ഇവിടുത്തെ പാണ്ടി ബസ്സിൽ കയറി പോകുന്നു. പാണ്ടിയമ്മ ഇതാണ് ഇവിടുത്തെ കോണൂർ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ നമ്മള് KSRTC ബസ് കയറി. നമ്മള് സീറ്റ് ഞങ്ങള് വന്ന സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു പോകുന്നു. ബാക്കി എല്ലാവരും അവിടെ അപ്പുറത്ത് അവിടെ ഇരിക്കുന്നു. നമുക്ക് മാത്രം ഇവിടെ സീറ്റ് വീണ്ടും റെയിൽവേ സ്റ്റേഷനിലെത്തി. എത്ര മണിക്ക് ഇവിടെ എത്തിയതായിരുന്നു നമ്മള്? 4 മണിക്ക് എത്തിയത്. 4 മണി മുതൽ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലൂടെയും പുറത്തുകൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ട്രെയിൻ യാത്ര? അമ്മായി പറയൂ. ഇവിടെ വന്നപ്പോ ഇവിടെ ക്യൂ നിക്കണുണ്ട്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ഒപ്പം പോയിരുന്ന അവിടെ ഒരു 2-3 മണിക്കൂർ. 8 മണിക്ക് തുടങ്ങി ടിക്കറ്റ് കൊടുക്കല്. ടിക്കറ്റ് കിട്ടി, വണ്ടിയിൽ കയറി. കറക്റ്റ് 9:15 വണ്ടി എടുത്തു പോയി. വരട്ടെ, ഞങ്ങൾ പോയിക്കോളെ. അതൊന്നും പറയുന്നതും കേൾക്കാതെ ഇല്ല ഒന്നും കേൾക്കണില്ല. എന്താ എന്റെ ഇടയിൽ കൂടെ മസ്കാരം? അത് കണ്ണ് തുറക്കാൻ. ആ കാറിന്റെ ഉള്ളിൽ ആളുണ്ടോ? കണ്ണു തേച്ചു കുട്ടിക്കെല്ലാം എടുത്താണ് കേട്ടോ. നോക്കട്ടെ എന്താ പിന്റെ കോലം. കുറച്ച് മസ്കാര നോട്ടിയെ തന്നാ ഓപ്പൺ ആക്കിയിട്ടാ. ഇപ്പൊ തീ തന്നെ നോക്കിട്ട് അങ്ങോട്ടിടാ. ബ്ലഷ് പോയി ഗൈസ്. കുറച്ച് ബ്ലഷ് ഇട്ടേക്കാം. എല്ലായിടത്തും നമ്മൾ ബ്ലഷ് കിട്ടും. അല്ല ഉപ്പുമാവ് പോലത്തെ ബിരിയാണി ഗൈസ്. എങ്ങനെയുണ്ട് ബിരിയാണി ഉപ്പുമാവ്? ഒപ്പിക്കല്ലേ? ബിരിയാണിന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു 2 സ്റ്റാർ ഒക്കെ കൊടുക്കാം.
എന്താ പോണില്ലേ? എരുണ്ടല്ലേ? എരിവുണ്ട്. എന്തോ ഒരു എരിവുണ്ട്. എരിവുണ്ട്. മസാല ഉള്ളിലാണ്. ഊട്ടിയിൽ മഴ പെയ്തു. മഴ ചാറുന്നു. ഇപ്പൊ നല്ല കോട. സമയം എത്രയാണ്? അയ്യോ 1:30. നല്ല തണുപ്പാണ്. മഴയും പെയ്തു. മഴ കൂടുന്നുണ്ട് കേട്ടോ. പിന്നെന്താ പറയാ, നല്ല തണുപ്പല്ലേ. എന്തൊരു തണുപ്പാണ്. നല്ല തണുപ്പുണ്ട്. രാവിലെ കുറച്ചൊരു വെയിലിട്ടി. ഇഞ്ഞങ്ങണ്ട് വെയില് പ്രതീക്ഷിക്കണ്ട. ഇപ്പൊ മഴയും പെയ്ത് അവിടെ കണ്ടൊക്കെ കോടായി. കാരണം മുന്നിൽ കയറി ഇന്ന് പോവാന്നപ്പോ ഇതെത്ര ഉച്ചക്ക് 1 മണി. നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടു ഗായ്സ്. ഒരു മലയുടെ അടിയിൽ. എന്താ മണ്ടന്മാരെ കാട്ടുന്ന്. നോക്കി പോവോ കല്ലട്ടി അടുത്ത എടി ഒരു അതിന്റെ പിങ്ക് ഒക്കെ കണ്ടിട്ടാ. നോട്ടെ കാണിച്ച്. ഊട്ടിയേ തണുത്ത് വിറച്ച് നമ്മള് റിട്ടേൺ പോവാണ് ഗായ്സ്. ഇവിടെ ചെറിയ കോടൊക്കെ ഉണ്ട്. ചെറുതായിട്ടേ ഉള്ളൂ. പക്ഷെ നല്ല തണുപ്പാണോ. എന്ത് തണുപ്പാ അത്. പക്ഷെ ശ്വാസം വിടാനൊരു ഗ്യാപ്പ് പോലും തരുന്നില്ല. അതാ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഇതൊക്കെ വന്നു. നമുക്ക് അവിടെ കേറി നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ റീൽസ് എടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങളത് പാഞ്ഞു അല്ല സ്പോട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നൈസ് വ്യൂ ആണ് ഗൈസ്. സോ ഇവിടെ ഒരു ചേട്ടൻ എന്താ ഇവിടെ ഇരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ട്. അല്ലേടാ എന്താണ് ശ്രീകുട്ടാ ഇനികൂടെ പറയാ ട്രൈ ചെയ്യാൻ മീൻ പിടുത്തോ. ഓക്കേ, അപ്പുറം നല്ല രസമുണ്ട് തോന്നുന്നല്ലേ. കുതിരേന്റെ അടുത്ത് പോയാലോ? കുട്ടിയെ എന്താ തണുപ്പ്. കുട്ടി സഹിക്കാൻ വയ്യാട്ടോ തണുപ്പ്. എല്ലാരും കൂടിട്ടാ അടിയുണ്ടൊക്കെ തല മുതലത്തല വരുന്ന പോലെ ഉണ്ടല്ലേ. എല്ലാരും നോക്കി നിൽക്കാതെ തടടേ.
ആരാ കേട്ടോ. സമയം രാത്രി 10:20. ഞങ്ങളിതാ ഫുഡ് കഴിച്ചു. വീട്ടിലോട്ട് പോന്നു. സുബാൻ ഇപ്പത്തെ കോലം ഇങ്ങനെയൊക്കെയാണ്. കണ്ടാൽ മനസ്സിലാവേ ഞങ്ങളാണെന്ന്. അത് ഞങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞങ്ങളാണ് പച്ചയായ മനുഷ്യർ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇതാ അതാണ്. ട്രിപ്പ് അവസാനിക്കുന്നു. ബൈ.